ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂറും 15 മിനിറ്റുമാണ് എക്സാം വരുന്നത്. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ 3 ചാപ്റ്ററാണ് നമുക്ക് എക്സാമിനുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചിട്ട് വേണം പോവാൻ. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എത്രയൊക്കെ നോട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പോയിൻറ്റ്സും ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചിട്ട് വേണം പോവാൻ. ഒരിക്കലും എക്സാമിന് ഡയറക്റ്റ് ആയിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ പേപ്പർ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ അത് ആ രീതിയിൽ തന്നെയല്ല, തിരിച്ചും മറിച്ചുമാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലായി എക്സാമിന് പോകുന്ന ഒരു കുട്ടിക്ക് എന്തായാലും നമ്മുടെ ഈ പേപ്പർ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തുനിന്നൊന്നല്ല ചോദിക്കുന്നത്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ടൈം കളയുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഒന്നിൽ എ ആണ് കേട്ടോ. അതിൽ എ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഈസ് ഗിവൺ ബിലോ, ഫൈൻഡ് ദ മിസ്സിംഗ് വൺസ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ഒരു കൺസെപ്റ്റ് മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു മാപ്പ് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ മിസ്സിങ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. 4 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാം. അപ്പോൾ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് വരും? ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ വരും. അതിൻ്റെ തൊട്ട് താഴെ എന്ത് വരും? കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ 26 ജാനുവരി 1950 ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. പിന്നെ നമുക്ക് ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരും. ഓക്കെ, പിന്നെ ഒരു എണ്ണം കൂടി ഫില്ല് ചെയ്യാനുണ്ട്. അത് ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946. അപ്പോൾ 4 ഫില്ല് ചെയ്യാനുള്ള ഭാഗമാണ് കേട്ടോ കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നെയിം ദ കോഡ് ഓഫ് ലോസ് ഫോളോഡ് ബൈ അവർ കൺട്രി അണ്ടിൽ വി ബിക്കം എ റിപ്പബ്ലിക്. ആ കോഡ് ഓഫ് ലോയുടെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഇന്ത്യ ഗവൺമെൻറ് ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1A അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1B അറ്റൻഡ് ചെയ്യാം കേട്ടോ. 1Bയിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഒബ്സർവ് ദ പിക്ചറൈസേഷൻ റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട്. അപ്പോൾ അമെൻമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഓരോ അമെൻമെൻറ്റും എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾ എന്തായാലും എക്സാമിന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ഇപ്പോൾ നമുക്ക് 1 കൊടുത്തിട്ടുണ്ട്, 42 കൊടുത്തിട്ടുണ്ട്, 44, 73, 74 കൊടുത്തിട്ടുണ്ട്. ഡാഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത് 86ഉം 101 ആണ്. സോ നിങ്ങൾ എക്സാമിന് ഇപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാമിന് ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ മുകളിലത്തെ ഓപ്ഷൻ, അതായത് അമെൻമെൻറ്റ് 86ൻ്റെ അവിടെ എന്താ വരിക? അവിടെ വരുന്നത് ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷണൽ അമെൻമെൻ്റ് ആണ്. പിന്നെ അമെൻമെൻറ്റ് 101 എന്താണ്? റിലേറ്റ്സ് ടു ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബ്രാക്കറ്റിൽ GST. അപ്പോൾ ആ ഒരു ഭാഗം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അടുത്തതൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബി ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിപ്പയർ എ നോട്ട് ഡീറ്റെയിലിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിനെ നമ്മൾ കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആർ ക്രൂഷ്യൽ ഫോർ അഡാപ്റ്റിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ to change societal needs. They reflect the dynamic nature of the constitution, allowing for modification and addition to its provisions. Significant amendments are included. ഏതൊക്കെ അമെൻമെൻറ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് അമെൻമെൻറ്റ് 1951 ഇൻട്രൊഡ്യൂസ്ഡ്
changes related to fundamental rights and property rights and added the 9th schedule. അപ്പോൾ നമ്മൾ റൈറ്റ്സിനെ പറ്റിയാണ് ഫസ്റ്റ് അമെൻമെൻറ്റ് പറയുന്നത്. പിന്നെ 42th Amendment 1976, known as the Mini Constitution, it brought extensive changes including the addition of socialist, secular and integrity to the preamble and introduction of fundamental duties. അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതിന് നമുക്ക് പറയേണ്ടത് 44th Amendment ആണ്. അത് 1978 റിപ്പീൽഡ് സം ഓഫ് ദ ചേഞ്ചസ് മെയ്ഡ് ബൈ ദ 42th Amendment, നോട്ടബിൾ റിമൂവിങ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ അതിന് 42നേക്കാൾ കുറച്ച് ചേഞ്ചസ് ഇവിടെ വരുന്നുണ്ട് അല്ലേ. അടുത്തത് നമുക്ക് പറയാനുള്ളത് 73rd and 74th Amendments 1992 introduced the Panchayat Raj system and municipal corporation, giving constitutional status to local self-government bodies. Next, 86th Amendment 2002 made education a fundamental right for children between 6 and 14 years. അതായത് എഡ്യൂക്കേഷനിലെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ്. പിന്നെ 101st Amendment ആണ് 2016 ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ഇൻട്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പാരഗ്രാഫിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ള ഓരോ അമെൻമെൻറ്റും ചെറിയതായിട്ട് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇന്ത്യൻ ഫ്ലാഗ് അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ദ ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ് അറ്റ് ദ നാഷണൽ ലെവൽ അച്ചീവ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഡയമെൻഷൻ ത്രൂ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഫോം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് റീജിയണൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നേ ഏതെല്ലാം റീജിയണൽ ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു? അപ്പോൾ നമുക്ക് 3 പറയേണ്ടത്. ഒന്ന് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866. പിന്നെ നമുക്ക് പറയാം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട 1876. പിന്നെ മദ്രാസ് മഹാജൻ സഭ 1884. 3 പറഞ്ഞാൽ മതി കേട്ടോ ഓപ്ഷനായിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ്സ്, ബിഗിനിങ്ങിലുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് പ്രൊമോട്ടിംഗ് നാഷണൽ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രേഷൻ. പിന്നെ ക്രിയേറ്റിംഗ് എ പ്ലാറ്റ്ഫോം ഫോർ പൊളിറ്റിക്കൽ ഡിസ്കഷൻ. പിന്നെ ഡിമാൻഡിങ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ദ ഗേൾ പഞ്ചമി, അതായത് 3rd ക്വസ്റ്റ്യനിലുള്ളതാണ് കേട്ടോ. The girl Panchami was denied school admission due to the marginalization that exists in society. What is meant by marginalization? അപ്പോൾ എന്താണ് മാർജിനലൈസേഷൻ എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അവിടെ എഴുതിയാൽ മതി. പറയാം, മാർജിനലൈസേഷൻ refers to the process by which individuals or groups are pushed to the fringes of society, often facing exclusion, discrimination and a lack of access to resources, opportunities and power. This can be due to various factors like caste, religion, economic status, gender or disability, leading to social, economic and political disadvantages. Okay, അടുത്തത് നമ്മളോട് 3rd ക്വസ്റ്റ്യനിൽ B ആണ് ചോദിച്ചിട്ടുള്ളത്. ദ വേൾഡ് അറൗണ്ട് us should be accessible to all. Like, what is your opinion on these statements? Okay, ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ ഇൻക്ലൂസീവ്ലി ആൻഡ് ഈക്വാലിറ്റി. ഇൻക്ലൂസിവിറ്റി ആൻഡ് ഈക്വാലിറ്റി. ഇറ്റ് മീൻസ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഫിസിക്കൽ ഓർ മെൻ്റൽ എബിലിറ്റീസ്, സോഷ്യൽ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓർ എനി അതർ ക്യാരക്ടറിസ്റ്റിക് ഷുഡ് ഹാവ് ഈക്വൽ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ്, റിസോഴ്സസ് ആൻഡ് എൻവയോൺമെൻറ്റ്സ്. ദിസ് ഇൻക്ലൂഡ് physical spaces,
resources, education, employment, and social participation. My opinion is that statement is crucial for building a just and equitable society where everyone has the chance to thrive and participate fully. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്താണ്. അതായത് നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ കുറവുകളുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറവുകൾ എന്ന് വെച്ചാൽ കണ്ണ് കാണാൻ പറ്റാത്തവരായിരിക്കാം, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. അപ്പോൾ കുറവുള്ളവരാണെങ്കിലും കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. ഇപ്പോൾ എൻവയോൺമെൻറ്റിലെ എല്ലാ കാര്യങ്ങളും റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസിനും എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് വേണം. എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാനും ഇതാക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ എക്സിസ്റ്റ് ബിറ്റ്വീൻ CE 7th and 12th century. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ദ ചാർട്ട് റിലേറ്റഡ് ടു, അപ്പോൾ ആ ചാർട്ട് ഒന്ന് ഫില്ല് ചെയ്യാൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ചാർട്ട് ഫില്ല് ചെയ്യാനാണ്. 1, 2, 3 അവിടെ ഫില്ല് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 4th B ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ റൈറ്റിംഗ്സ് ഓഫ് ദ അൽവാസ് നോൺ ആസ്? റൈറ്റിംഗ്സ് ഓഫ് ദ അൽവാർ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ഓക്കെ, ഓപ്ഷൻ D ആണ് കേട്ടോ വരിക. അതിൽ തന്നെ C ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെയിം ദ പോയിറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഹൂ പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയാസ് ത്രൂ ഹിംസ് ദോഹാസ്. ആരാണ് ആ പോയിറ്റ്? പോയിറ്റ് കബീർ ആണ് കേട്ടോ. കബീർ ആണ്, ഓപ്ഷൻ C ആണ് വരിക. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 5th ക്വസ്റ്റ്യൻ ആണ്. സം ഫാക്ട് അബൌട്ട് ദ റൂളിംഗ് പീരീഡ് ഓഫ് മുഗൾ എംപറർ അക്ബർ ഈസ് ഗിവൺ. കംപ്ലീറ്റ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ പോയിന്റ്സ് റിലേറ്റഡ് ടു ഇറ്റ്. അപ്പോൾ ഈ മുഗൾ പീരീഡിനെ പറ്റിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നല്ല വാസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലൈനും വായിച്ച് നോക്കി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ പറ്റും. സം ഫീച്ചേഴ്സ് അസിസ്റ്റഡ് ഇൻ ദ റൂളിംഗ് പീരീഡ് ഓഫ് അക്ബർ ദ മുഗൾ എംപറർ. അപ്പോൾ ആ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എയും അതേപോലെ ബിയും ഫില്ല് ചെയ്താൽ മതി. എ വരുന്നത് എന്താണ്? ദിൻ ഇലാഹി ആണ് കേട്ടോ. ബി വരുന്നത് ഫതപ്പൂർ സിക്രി ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ മൻസബ്ദാരി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ എംപറർ അക്ബർ. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് ചെറുതായിട്ട് ഒരു നോട്ട് എഴുതാം. അപ്പോൾ ദ മൻസബ്ദാരി സിസ്റ്റം വാസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എംപറർ അക്ബർ ഇൻ ദ മുഗൾ എംപയർ. ഇൻ ദിസ് സിസ്റ്റം എവറി ഓഫീസർ വാസ് അസൈൻഡ് എ മൻസാബ് റാങ്ക് വിച്ച് ഡിറ്റർമിൻ ദെയർ സ്റ്റാറ്റസ്, salary and military obligations. The mansab was divided into 2 parts: Sat, personal rank, and Sawar, cavalry rank. This system helped in organizing the nobility and military, ensuring loyalty and efficiency in the administration. അപ്പോൾ നമ്മൾ ആരാണ് ഇത് തുടങ്ങി വെച്ചത്? മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബർ ആണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണ് ഓരോ ആൾക്കാർക്കും, അതായത് ഓരോ ഓഫീസർക്കും ഓരോ റാങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരുടെ സ്റ്റാറ്റസും സാലറിയും അനുസരിച്ചാണ് ആ റാങ്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു നോട്ട് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 5th A ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഏത് അറ്റൻഡ് ചെയ്താൽ മതി? 5th B, 5ൽ B അറ്റൻഡ് ചെയ്താൽ മതി. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് ഇന്ത്യ സ്റ്റേറ്റ് ദാറ്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എംപയർ വിജയനഗര. അപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണ് വിജയനഗരയിൽ ഇൻക്ലൂഡ് അല്ലാത്ത? ഈ ഒരു മാപ്പ് നോക്കിയിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇത് 3ഉം ഉള്ളതാണെന്ന് നമുക്കറിയാം. സോ അതിലില്ലാത്തത് ഗുജറാത്ത് ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ്. ഡിസ്ക്രൈബ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് വിജയനഗര എംപയർ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ. അപ്പോൾ എന്താ? ടാക്സ്, ട്രേഡ്. അപ്പോൾ ഈ വിജയനഗര എംപയറിൻ്റെ എക്കണോമിക് കണ്ടീഷനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലെ
ടാക്സ് സിസ്റ്റവും ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ടാക്സിനെ പറ്റി പറയാം. ദ എംപയേഴ്സ് റവന്യൂ പ്രൈമർലി കെയിം ഫ്രം ലാൻഡ് റവന്യൂ വിച്ച് വാസ് കളക്റ്റഡ് ഫ്രം ഫാർമേഴ്സ്. അതർ ഫോംസ് ഓഫ് ടാക്സേഷൻ ഇൻക്ലൂഡഡ് ടാക്സസ് ഓൺ ട്രേഡ്, പ്രൊഫഷൻസ് ആൻഡ് വേരിയസ് ഗുഡ്സ്. അതായത് കർഷകരിൽ നിന്ന് നമ്മൾ ടാക്സ് മേടിച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുത്തിരുന്നു. പക്ഷെ കർഷകർക്ക് മാത്രമല്ല, കച്ചവടക്കാരിൽ നിന്നും പിന്നെ വേറെ ഗുഡ്സ് കൈമാറുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ടാക്സ് മേടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ട്രേഡ് ആണ് കേട്ടോ. വിജയനഗര വാസ് എ മേജർ സെൻറ്റർ ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇറ്റ് ട്രേഡഡ് ഇൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് അതർ ഗുഡ്സ് വിത്ത് വേരിയസ് റീജിയൻസ് ഇൻക്ലൂഡിംഗ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്യൻ പവേഴ്സ്. ദിസ് ലുക്രാറ്റീവ് ട്രേഡ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ എംപയേഴ്സ് വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പോൾ നമുക്കറിയാം വിജയനഗര എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ട്രേഡിങ് നടന്നിരുന്നു. ടെക്സ്റ്റൈൽസിൻ്റെയും സ്റ്റോൺസിൻ്റെയും ഗുഡ്സിൻ്റെയും സ്പൈസസിൻ്റെയും എല്ലാം ട്രേഡിങ് അവിടെ നടന്നിരുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 6th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ ഹാഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ റെഡ്യൂസിങ് ദ ഹൈറാർക്കിയൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇനോക്വാളിറ്റി ആൻഡ് ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി. റൈറ്റ് യുവർ ഐഡിയാസ് ടു എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻസർ ഇങ്ങനെ പറയാം. ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ ഹാഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ റെഡ്യൂസിങ് ദ ഹൈറാർക്കിയൽ issues and social inequality and to create an atmosphere of peace and harmony. The Bhakti and Sufi movements played a vital role in medieval India by promoting social equality, religious harmony. Both movements and emphasized devotion to a single god and rejected rigid social hierarchies and caste distinction. They advocated for universal love, compassion and motherhood, transcending religious and social barriers, which helped in fostering a more inclusive and peaceful society. Okay, നെക്സ്റ്റ് അതിലൊരു ബി ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിൽ ചോദിച്ചിട്ടുള്ള ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ഡിവോഷണൽ സോങ് റെൻഡേഡ് ഇൻ എ സ്പെഷ്യൽ ചാൻഡിങ് സ്റ്റൈൽ കോൾഡ് സമ ഇൻ ദ സൂഫി സെൻറ്റേഴ്സ്. ഏതാണ് സൂഫി സെൻറ്റേഴ്സിൽ വരുന്ന ഒരു ഡിവോഷണൽ സോങ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, ഖ്വാലിസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടില്ല, ഔട്ട് സൈഡ് ആയിട്ടൊന്നും പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല. അപ്പോൾ എക്സാമിനും അങ്ങനെ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പോയിൻറ്റ്സ് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കണം. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വരും. ഇപ്പോൾ ഇതിൽ തന്നെ ചോദിച്ചില്ലേ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടും, അതേപോലെ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ എന്തെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത്, ആ ഒരു പോയിൻറ്റ്സ് അതൊക്കെ വായിച്ചാൽ മാത്രമേ ആ ഒരു പോയിൻ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് വായിച്ചിട്ട് ആവശ്യമുള്ള പോയിൻറ്റ്സ് നോക്കിയിട്ട് പഠിക്കുക. ഇത് ജസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഇതിൽ നിന്നുള്ള ഈ ഒരു മോഡലിലും പ്രതീക്ഷിക്കാം, അതുപോലെ അല്ലാണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത്. അതുപോലെ ഓരോ ബോക്സസ്, അതേപോലെ ഓരോ എന്താ പറയുക ബബിൾസ് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ സർക്കിൾസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പഠിക്കുക. എല്ലാത്തിൻ്റെ ഓർഡർ പഠിക്കുക, അമെൻഡ്മെൻറ്റ്സിൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓരോന്നും എൻ്റെ ആണെന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. താങ്ക്